കെഎസ്ആർടിസിയുടെ ഗുഡ്വിൽ അംബാസിഡറായി മോഹൻലാൽ എത്തുന്നു. പണം വാങ്ങാതെ പ്രവർത്തിക്കാമെന്ന് മോഹൻലാൽ നേരിട്ട് അറിയിച്ചുവെന്ന് മന്ത്രി കെ.പി. ഗണേഷ് കുമാർ പറഞ്ഞു. അതേസമയം കെഎസ്ആർടിസി കഴിഞ്ഞ ദിവസം റെക്കോർഡ് വരുമാന നേട്ടമുണ്ടാക്കിയെന്നും മന്ത്രി അറിയിച്ചു. ഇന്നലെ ടിക്കറ്റ് വരുമാനത്തിലൂടെ മാത്രം ലഭിച്ചത് 12 കോടി രൂപയാണ്. 4952 ബസ് സർവീസുകളിൽ നിന്നാണ് ഈ നേട്ടം. 13 കോടി 2 ലക്ഷം രൂപയാണ് ആകെ വരുമാനം. മണ്ഡലകാലത്ത് നടയടച്ച ദിവസങ്ങളിലും 9 കോടി രൂപ പ്രതിദിന വരുമാനം നേടി. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി പിന്തുണച്ചതിൽ നന്ദി പറയുന്നുവെന്നും മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. കെഎസ്ആർടിസിയുടെ ചരിത്ര നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ ആർക്കും കൈവരിക്കാൻ കഴിയാത്ത നേട്ടമാണ്. ഈ തിങ്കളാഴ്ച കെഎസ്ആർടിസിയുടെ കളക്ഷൻ ടിക്കറ്റ് വരുമാനം മാത്രം 12 കോടി 18 ലക്ഷം രൂപയിലേക്ക് വന്നു. മറ്റ് വരുമാനങ്ങൾ അങ്ങനെ കടയുടെ വാടക, മറ്റ് പെട്രോൾ പമ്പിൻ്റെ പൈസ എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 13 കോടി 2 ലക്ഷം രൂപ നമുക്ക് വരുമാനം വർദ്ധിച്ചിരിക്കുകയാണ്. കെഎസ്ആർടിസി ജീവനക്കാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും മാധ്യമപ്രവർത്തകരുടെയും സോഷ്യൽ മീഡിയ, ദൃശ്യമാധ്യമങ്ങൾ ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു സഹകരണമാണ് ഈ വിജയത്തിൻ്റെ രഹസ്യം എന്ന് ഞാൻ പറയും. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച നേട്ടമായി നിങ്ങളിതിനെ അംഗീകരിക്കണം. 5502 വണ്ടികളാണ്, ഏതാണ്ട് 1000 വണ്ടി കുറഞ്ഞു, അതിലധികം വണ്ടികൾ കുറഞ്ഞു. എന്നിട്ടും ഇന്നലെ ഓടിയത് 4852 ബസ്സുകളാണ് ഈ തിങ്കളാഴ്ച ഓടിയിരിക്കുന്നത്. ഈ 4952 ബസ്സുകളിൽ നിന്നാണ് ഈ 12 കോടിയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. ഏതാണ്ട് 1400 വണ്ടിയാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ശരാശരി വർക്ക്ഷോപ്പിലും പോലീസ് സ്റ്റേഷനിലും കോടതിയിലായിട്ടുണ്ടായിരുന്നു. ഇന്ന് അത് വളരെ കുറഞ്ഞു വന്നു. ഇപ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം ഒരുപാട് വണ്ടികളുടെ ഫിറ്റ്നസ് ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യേണ്ട സമയമായിട്ട് പോലും 503 വണ്ടികൾ മാത്രമേ ഇന്നലെ കെഎസ്ആർടിസിയുടെ വർക്ക്ഷോപ്പുകളിലുള്ളൂ. ആനയെ മർദ്ദിച്ച സംഭവത്തിൽ പാപ്പാനെതിരെ കേസ്. ഉള്ളൂർ കാർത്തികേയനെ മർദ്ദിച്ച പാപ്പാനെതിരെ വനം വകുപ്പാണ് കേസെടുത്തത്. നാട്ടാന പരിപാലന ചട്ടപ്രകാരമാണ് കേസ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരം ഉള്ളൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. നടൻ വിജയ്ക്ക് സിബിഐയുടെ സമൻസ്. കരൂർ ദുരന്തം അന്വേഷിക്കുന്ന സംഘമാണ് നോട്ടീസ് അയച്ചത്. ജനുവരി 12-ന് ഹാജരാകണം. അന്വേഷണവുമായി ബന്ധപ്പെട്ട് തമിഴക വെട്രി കഴകം നേതാക്കളുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. സുപ്രീം കോടതിയാണ് അന്വേഷണം സിബിഐക്ക് കൈമാറിയത്. ദുരന്തത്തിന് വഴിവെച്ച കാരണങ്ങൾ, തിരക്ക് നിയന്ത്രിക്കാൻ ഒരുക്കിയിരുന്ന സൗകര്യങ്ങൾ, ക്രമീകരണങ്ങൾ, ദുരന്തമുണ്ടായപ്പോൾ സ്വീകരിച്ച നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ സിബിഐയുടെ അന്വേഷണ പരിധിയിൽ വരും. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം തുടരുന്നു. 40-കാരിയായ ഹിന്ദു യുവതിയെ കഴിഞ്ഞ ദിവസം 2 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു. തുടർന്ന് മരത്തിൽ കെട്ടിയിട്ട് തലമുടി മുറിക്കുകയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. 2 ഹിന്ദു യുവാക്കളാണ് 24 മണിക്കൂറിനിടെ രാജ്യത്ത്